നിങ്ങൾ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ ലേഡിയുടെ ഹസ്ബൻഡോ പാരൻസോ ആണെങ്കിൽ വൈഫിൻ്റെയോ മോളുടെയോ ഹെൽത്ത് ഇഷ്യൂസ് നോക്കുന്നതിൻ്റെ കൂടെ അവരുടെ മെൻ്റൽ ഇഷ്യൂസും കൂടി ഒന്ന് ചോദിക്കുക. ഇനി മെൻ്റൽ ഇഷ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രഗ്നൻസിക്ക് പല ചേഞ്ചസും വരാറുണ്ട്. ബോഡിയിലും വരാം, മെൻ്റലിയും വരാം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞ മെൻ്റൽ ഇഷ്യൂസ് വരാം. ഈ പ്രഗ്നൻസി കാരണമുള്ള ബോഡി ചേഞ്ച് കാരണം മെൻ്റലി അഫക്റ്റഡ് ആവാം, ഈവൻ ഫിസിക്കലി അഫക്റ്റഡ് ആവാം. മസിൽ ഡൈവേരിക്കേഷൻ എന്ന് പറഞ്ഞു വരുമ്പോൾ വയറിൻ്റെ ടോൺ ചിലപ്പോൾ കുറച്ച് കുറയാം. അതിൻ്റെ ഭാഗമായിട്ട് പെൽവിക് ടോൺ കുറഞ്ഞിട്ട് ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴൊക്കെ കുറച്ച് യൂറിൻ ചിലപ്പോൾ ലീക്ക് ആവാം. ഈ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുമ്പോൾ കാഴ്ചയ്ക്ക് തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടാവാം. അതുകൂടാണ്ട് അവരുടെ ഷോൾഡർ പെയിനോ അല്ലെങ്കിൽ നെക്ക് പെയിനോ അങ്ങനത്തെ ബാക്ക് പെയിൻ അങ്ങനത്തെ ഇഷ്യൂസും ഒക്കെ ഉണ്ടാവാം. പലരും ഇത് പറയാറില്ല, ഇതൊരു പ്രശ്നമാണ് എന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഇത് നോർമൽ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ രണ്ട്, ഇത് പറഞ്ഞാലും അതിനൊരു പ്രതിവിധി ഉണ്ട് എന്നറിയാത്തത് കൊണ്ടിട്ട് എന്തെങ്കിലും പറയണം എന്ന് വെച്ചിട്ട് ഒതുക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവും. റീസെന്റ് ആൾക്കാർ മച്ച് മോർ അവെയർ, ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, ഇതെന്നെ ഇങ്ങനെ ബാധിക്കുന്നുണ്ട്. തെറാപ്പിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, സർജിക്കൽ ഹെൽപ്പ് ഒക്കെ കൂടുതലും ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് നൗ ദേ ആർ അവെയർ. ബോഡി ഇമേജ് കൂട്ടാൻ പറ്റും, കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന് കാരണമുള്ള അതിന്റെ ഡിപ്രഷനോ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂസ് എനിക്ക് ശരിയാക്കാൻ പറ്റും എന്ന് അറിവോടെ അതിനുവേണ്ടി വരുന്ന ആൾക്കാരാണ് കൂടുതൽ.